പുരാൻ അങ്ങനെ 24 കെട്ടുമായിട്ട് ഇന്ന് റിലീസിനെത്തുകയാണ്. എന്ത് ചെയ്യാനാന്ന് പറയുന്നത്. അല്ല, ഞാനത് സെൻസർ ബോർഡിൻ്റെ ഇപ്പോഴത്തെ വന്ന പുതിയ കട്ടുകളൊക്കെ ഉണ്ട്. അതായത് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ഇപ്പോൾ. എന്നാലും പ്രധാന കഥാപാത്രവും വില്ലൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമേ കട്ട്. ഫോൺ സംഭാഷണമുണ്ട്, അതാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ EDയുടെ NIAയുടെ പേര് കാണിക്കാൻ പറ്റില്ല. വില്ലൻ്റെ പേര് മാറ്റി, അത് വേറെ കാര്യം. അങ്ങനെ എന്തൊക്കെ 24 കട്ടുകൾ, ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ കുറച്ച് വയലൻസ് രംഗങ്ങൾ കുറയ്ക്കണമെന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ പിന്നെ കുറച്ച് അവർ സമ്മതിക്കാം. ചിലപ്പം 18 വയസ്സിൽ താഴെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ സിനിമ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൂടെ കാണാൻ പറ്റുന്ന തരത്തിൽ. എന്നാലും വലിയ വയലൻസ് ഒന്നും ഇല്ല. ഇവിടെ വന്ന വയലൻസ് സിനിമകളിൽ അത്ര വയലൻസ് ഒന്നും ഇല്ല. എന്തിനാ പറയുന്നത്? ഒരു രാജ്യത്ത് ഒരു സിനിമ, ഒരു കലാസൃഷ്ടി ഇറക്കിയിട്ട് കണ്ണം തൊട്ടുമായിട്ട് വീണ്ടും സെൻസർ ചെയ്ത് റീസെൻസർ ചെയ്ത് മുറിച്ച് എങ്ങോട്ടാണ് ഇത് പോക്കും? ഇനി ഇവരെ പറ്റിയൊക്കെ ഒരു അക്ഷരം ഇനി പറയാൻ പറ്റുമോ? ഇനി ഇതുപോലുള്ള സിനിമകൾ വരാൻ പറ്റുമോ? ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇനിയിപ്പോൾ എന്ത് സംഭവം നടന്നാലും ഇവർക്കെതിരെ ഇനി പറയുവാണെങ്കിൽ റീസെൻസറിങ് വരില്ലേ? എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം? ഒന്നും നടക്കുന്നില്ല ഈ രാജ്യത്ത്. ചുമ്മാ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മിണ്ടായിരിക്കുക. ഫാസിസം, റിയൽ ഫാസിസമാണ് നടക്കുന്നത്.